അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ, അതേപോലെ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ സമ്മേളനം സമാപിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചുമതല ഏൽപ്പിക്കപ്പെട്ട വിഷയം ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ നിർവഹിച്ച നവോത്ഥാനത്തെക്കുറിച്ച്, അറബിക് കോളേജുകൾ നിർവഹിച്ച ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. ഇന്ന് നമുക്കറിയാം 2024, 100 വർഷങ്ങൾക്ക് മുമ്പ് 1924 കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം സംഘടന പിറവിയെടുക്കുകയാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയാണ്. ആ പ്രസ്ഥാനം പിറവിയെടുക്കുന്നത് വരെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ തികഞ്ഞ അജ്ഞതയിലൂടെ മുന്നേറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ പ്രയാസങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ ജീവിച്ചിരുന്ന സമൂഹത്തെ വഴി നടത്തിയത്, വെളിച്ചത്തിലേക്ക്, വിജ്ഞാനത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. കേരള ജംഇയ്യത്തുൽ ഉലമയും അതേപോലെ അതിനെ തുടർന്നു വന്ന ഇസ്ലാഹി നവോത്ഥാന രംഗത്തെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളായി മുന്നിൽ നിന്ന സ്ഥാപനങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് 1930 മാർച്ച് 16 നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ കൈയെഴുത്തു പഠിക്കൽ പാടില്ലാത്ത കാര്യമാണ്, നിഷിദ്ധമാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അത് നമുക്ക് ബോധ്യമുണ്ടാവില്ല. ഇന്ന് 2024 കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കൊരുപാട് അന്വേഷിക്കാനുണ്ടാകും, നമുക്കൊരുപാട് ആശങ്കകൾ ഉണ്ടാകും. എന്നാൽ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ കൈയെഴുത്തു പഠിക്കാൻ പോലും അവസരമില്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു വിശേഷിച്ച് സ്ത്രീകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത് അത് തെറ്റാണ്, അത് വലിയ തിന്മയാണ് എന്ന് പ്രചരിപ്പിച്ച കാലമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ, അവരെ തോൽപ്പിക്കാൻ, അവരെ ഈ നാട്ടിൽ നിന്ന് നാടുകടത്താൻ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നത് വലിയ തിന്മയാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത്. ആ മാറ്റങ്ങളുടെ തുടർച്ചയാണ് കേരളത്തിലെ ഉയർന്നു നിൽക്കുന്ന, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കലാലയങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കുന്നത്, അതേപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ പോഷകഘടകങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് ഒരിക്കലും കേരളത്തിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഏതെങ്കിലും നിലക്കുള്ള അനൈക്യങ്ങൾ സൃഷ്ടിക്കാനല്ല, മറിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചേർത്ത് നിർത്തുക എന്ന ദൗത്യത്തിലാണ്. അതിൻ്റെ ഒന്നാമത്തെ തീരുമാനം, എന്തിനാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ചോദ്യത്തിന് ഒന്നാമതായി അതിൻ്റെ ഒന്നാമത്തെ രേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഛിന്ന ഭിന്നമായി കിടക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കാൻ ചേരുന്ന ഒരു സമിതി, ഒരു സംവിധാനം എന്നാണ്. ഈ സംവിധാനത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് കേരളത്തിൽ ഖുർആൻ പഠനങ്ങൾ നടന്നു വന്നത്. ആ ഖുർആൻ പഠനങ്ങളുടെ തുടർച്ചയാണ് കേരളക്കരയിൽ ഉദയം ചെയ്ത അറബിക് കോളേജുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ അറബിക് കോളേജുകളിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ അവസരം കിട്ടിയ, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളാണ് നമ്മൾ ആ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ, നമ്മുടെ നാടുകളിലേക്ക് ഇറങ്ങാൻ, നമ്മുടെ മഹല്ലുകളിലേക്ക് ഇറങ്ങാൻ, അവിടെ ഖത്തീബുമാരായി, അവിടെ പ്രബോധകയായി, അവിടെ MGMന്റെ പ്രവർത്തകരായി, അവിടെ MSMന്റെ പ്രവർത്തകരായി മുന്നിൽ നടക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ സമ്മേളനത്തെ ധന്യമാക്കിയ നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.